എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും A+ വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഭാവിയിലും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു ടോപ്പിക് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. വളരെ കൃത്യമായി കേൾക്കുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. Securities Exchange Board of India is the regulatory and developmental agency of Indian capital market. ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടി, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടി, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു ബോർഡാണ്. It was established in 1988 and was given statutory status through the Securities Exchange Board of India Act 1992. 1992 അതിന് പ്രത്യേക ആക്ട് കൊണ്ടുവന്നതിന് നിലവിൽ വന്നു യഥാർത്ഥമായ ഒഫീഷ്യൽ ബോഡിയാക്കി സെറ്റപ്പ് ചെയ്തു. SEBI was to set up to protect the interest of investors, promote the development of stock market and regulate it. ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുക, എന്നാൽ അതേ സമയത്ത് തന്നെ നിയന്ത്രിക്കുക, ആവശ്യമാകുന്ന നിയന്ത്രണങ്ങൾ. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് മുംബൈയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. റീസൺ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെബി, അതൊരു ചെറിയ ചിത്രം പോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പൂർണ്ണമായി വായിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥം പറയാം. The capital market has witnessed a tremendous growth during 1980s. This led to a variety of malpractices on the part of companies, brokers, merchant bankers, investment consultants, etc. These malpractices and unfair trade practices eroded investors' confidence and multiplied investors' grievances. Therefore, Government of India decided a separate regulatory body known as SEBI so as to control malpractices and unfair trade practice in the securities market. 1980 ക്യാപിറ്റൽ മാർക്കറ്റിന് ഒരു വലിയ വളർച്ചയുണ്ടായി. എന്നാൽ ആ വളർച്ചയോടുകൂടി തന്നെ പല രീതിയിലുള്ള മാൽ പ്രാക്ടീസസും കമ്പനികളുടെ ഭാഗത്തു നിന്നും, ബ്രോക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നും, ചില ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായി, അല്ലെങ്കിൽ കൺസൾട്ടൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ അതിനെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ അവിടെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ പല കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സെബി ഉണ്ടാക്കിയത്, മാൽ പ്രാക്ടീസിനെ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെ നിയന്ത്രിക്കാൻ വേണ്ടി. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെബി ഈസ് മെന്റ് ടു ബി എ സൂപ്പർവൈസറി ബോഡി ഫോർ റെഗുലേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഓഫ് ഇന്ത്യ. റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളർത്തുക. ഇത് രണ്ടും സെബിയുടെ ലക്ഷ്യമാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ വളർച്ചയും അതുപോലെ നിയന്ത്രണവും വളരെ കൃത്യമായി സെബി നിർവഹിക്കും. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ടു പ്രൊമോട്ട് ഫെയർ ഡീലിംഗ് ബൈ ദ യൂസേഴ്സ് ഓഫ് സെക്യൂരിറ്റി. ഫെയർ ഡീലിംഗ് യൂസേഴ്സിന്, സെക്യൂരിറ്റി ആരൊക്കെ ഉപയോഗിക്കുന്നു അവരെ ഫെയർ ഡീലിംഗ് ഉണ്ടാക്കിയെടുക്കുക. ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, അതിൽ നിക്ഷേപിക്കുന്ന ആളുകളുടെ കൃത്യമായ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക. തേർഡ്, ടു പ്രിവെൻറ്റ് ട്രേഡിംഗ് മാൽ പ്രാക്ടീസസ്, ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെ നിയന്ത്രിക്കുക. ടു റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് എ കോഡ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ഫെയർ പ്രാക്ടീസസ് ബൈ ഇൻ്റർമീഡിയറ്റ്സ് ലൈക്ക് ബ്രോക്കേഴ്സ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ് എക്സെട്ര. ബ്രോക്കേഴ്സ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ് അങ്ങനെയുള്ളവരുടെ റെഗുലേറ്റ് ചെയ്യുക, അവരെ നിയന്ത്രിക്കുക. അതുപോലെ അവരിലൊരു കോഡ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ഫെയർ ട്രേഡ് പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക. കൃത്യമായ ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുക, തെറ്റായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ടു സ്റ്റിമുലേറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് എൻകറേജ് ഇന്നോവേഷൻ. കോമ്പറ്റീറ്റേഴ്സിനെ, ആവശ്യമില്ലാത്ത കോമ്പറ്റീറ്റേഴ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് കൃത്യമായുള്ള കോമ്പറ്റീഷൻ നിലനിർത്തുകയും എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഇന്നോവേഷൻസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ഫംഗ്ഷനിലേക്ക് നോക്കാം. ഫംഗ്ഷൻസ് ഓഫ് സെബി. ഫംഗ്ഷൻസ് ആർ ക്ലാസിഫൈഡ് ആസ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, റെഗുലേറ്ററി ഫംഗ്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ. 3 ഫംഗ്ഷനായിട്ടാണ് പറയുന്നത്. ഒന്ന് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, സംരക്ഷിക്കുന്ന ചുമതല. റെഗുലേറ്ററി, നിയന്ത്രിക്കുന്നത്. ഡെവലപ്മെൻറ്റ്, വികസിപ്പിക്കുക. ദീസ് ഫംഗ്ഷൻസ് റിവീൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി such as to protect, develop and regulate the market. Because of these functions, SEBI is often called as watchdog of capital market. ഇത് ഒന്ന് അടിവരയിട്ടേക്കാം. സെബിയെ വിളിക്കുന്ന പേര് വാച്ച് ഡോഗ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന്. എന്തുകൊണ്ട് സെബിയെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വാച്ച് ഡോഗ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ,
ഈ 3 ഫംഗ്ഷൻ പ്രൊട്ടക്റ്റീവ്, ഡെവലപ്മെൻറ്റ്, റെഗുലേറ്റ് ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട്, കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അതിനങ്ങനെയുള്ളൂ. ഇനി എന്തൊക്കെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻസ് ആണ് അവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, prohibition of fraudulent and unfair trade practices related to securities market like making misleading statement, price rigging, etc. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ കള്ളത്തരങ്ങളും തെറ്റായ നിലപാടുകളും എടുത്തുകൊണ്ട് അതിനെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ്, അകത്ത് നടത്തുന്ന പല കള്ളത്തരങ്ങളും ഒഴിവാക്കാൻ സാധിച്ചു. തേർഡ് വൺ, അണ്ടർടേക്കിംഗ് സ്റ്റെപ്സ് ഫോർ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, നിക്ഷേപിക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പല സ്റ്റെപ്പുകളും എടുക്കേണ്ടി വന്നു. പ്രൊമോഷൻ ഓഫ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ്, കൃത്യമായ നിയമാവലികളും നിയന്ത്രണങ്ങളും ഒക്കെ വരുത്തി നല്ല പ്രവർത്തനങ്ങൾ മാത്രം അതിൻ്റെ ഫലത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. സെക്കൻഡ് വൺ, ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ, പ്രൊമോട്ട് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ ബോധവൽക്കരിക്കുക. ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുക, വികസനം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. പ്രൊമോട്ട് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്ന ആളുകളുടെ, ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ അറിവില്ലായ്മ കൊണ്ട് പല തെറ്റായ ബിസിനസ്സുകൾ നടന്നു വരാം. അത് ഒഴിവാക്കാൻ വേണ്ടി അവരെ കൃത്യമായി ബോധവൽക്കരിച്ചു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. പ്രൊമോട്ട് ഓൺലൈൻ ട്രേഡിംഗ്, പബ്ലിക് ഔട്ട്ക്രൈ മെത്തേഡ് എന്ന വ്യത്യസ്തമായി ഓൺലൈൻ ട്രേഡിങ്ങിന് വേണ്ടി എവിടെ നിന്നും അവർക്ക് ബിസിനസ് നടത്തക്ക രീതിയിലുള്ള പരിപാടി ഉണ്ടായി. പ്രൊമോട്ട് ഫെയർ പ്രാക്ടീസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്, തെറ്റായ അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസിൽ ഒഴിവാക്കി ഫെയർ പ്രാക്ടീസസ് കൊണ്ടുവന്നു. കണ്ടക്ട് റിസർച്ച് ഓൺ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് പബ്ലിഷ് യൂസ്ഫുൾ ഇൻഫർമേഷൻ, പുതിയ പുതിയ റിസർച്ചുകൾ നടത്തുകയും പുതിയ പുതിയ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആളുകൾക്ക് പ്രദാനം ചെയ്യിച്ചു. 6, പെർമിറ്റ് പ്രൈമറി മാർക്കറ്റ് ഓപ്പറേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്ന് കൃത്യമായി കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. പ്രൈമറി മാർക്കറ്റ് ഓപ്പറേഷൻ കൊണ്ടുവരാൻ വേണ്ടി സെബി പരിശ്രമിച്ചു. ആൻഡ് തേർഡ് വൺ, ദാറ്റ് ഈസ് റെഗുലേറ്ററി ഫംഗ്ഷൻ, രജിസ്റ്റർ ഓഫ് ബ്രോക്കേഴ്സ് ആൻഡ് സബ് ബ്രോക്കേഴ്സ് ആൻഡ് അതർ പ്ലേയേഴ്സ് ഇൻ ദ മാർക്കറ്റ്, കൃത്യമായി ബ്രോക്കേഴ്സിനെ രജിസ്റ്റർ ചെയ്തു, സബ് ബ്രോക്കേഴ്സിനെ രജിസ്റ്റർ ചെയ്തു, പ്ലേയേഴ്സിന് മറ്റ് ബുള്ളു ബിയർ അങ്ങനെയുള്ളവരെ രജിസ്റ്റർ ചെയ്യിച്ചു. അങ്ങനെ കൃത്യമായി രജിസ്റ്റർ ചെയ്യിച്ചില്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ കച്ചവടം നടത്തുന്നത്, ആരാണ് ഇതിൽ ഡീൽ ചെയ്യുന്നതെന്ന് അറിയാതായിപ്പോയി. അതുകൊണ്ട് അത് കൃത്യമായി രജിസ്റ്റർ ചെയ്യിച്ചു. രജിസ്ട്രേഷൻ ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനെയുള്ള സ്കീമുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസുകളും എല്ലാം രജിസ്റ്റർ ചെയ്യിച്ചു. റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, പോർട്ട്ഫോളിയോ എക്സ്ചേഞ്ച്, അണ്ടർ റൈറ്റേഴ്സ് ആൻഡ് മെർച്ചന്റ് ബാങ്കേഴ്സ്, ഇങ്ങനെയുള്ളവരുടെയും രജിസ്ട്രേഷൻ നടത്തി. ഒരു രജിസ്ട്രേഷൻ എല്ലാവർക്കും കമ്പൽസറി ആക്കിയെന്ന് അടിസ്ഥാനപരമായി ഈ 3 പോയിന്റുകൾ പറയാം. ആരെല്ലാം സെക്യൂരിറ്റീസ് ബോർഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നു അവർക്കെല്ലാം കൃത്യമായ രജിസ്ട്രേഷൻ വേണം. ഏതെല്ലാം സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെല്ലാം കൃത്യമായ രജിസ്ട്രേഷൻ വേണം നിർബന്ധമാക്കി. 4, ലേവിങ് ഫീസ് ഓർ അതർ ചാർജസ് ഫോർ ക്യാരിങ് ഔട്ട് ദ പേർപ്പസ് ഓഫ് ദ ആക്ട്, ചെറിയ ഫീസുകൾ ഏർപ്പെടുത്തി, കൃത്യമായ ഫീസുകൾ ഏർപ്പെടുത്തി. അത് എല്ലാവർക്കും വിസിബിൾ ആവുന്ന രീതിയിലാണ് ഫീസുകൾ ഏർപ്പെടുത്തിയത്. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ഫംഗ്ഷനിങ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അണ്ടർടേക്ക് ഇൻസ്പെക്ഷൻ, എൻക്വയറീസ് ആൻഡ് ഓഡിറ്റ് ഓഫ് ദം, ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ, സംശയങ്ങൾ വന്നാൽ ചോദിക്കും, അതുപോലെ അവർ ഓഡിറ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ കൃത്യമായൊരു പ്രവർത്തനം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ നടക്കാൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കാനായിട്ട് തുടങ്ങി. ആ നിയന്ത്രണത്തിന് വേണ്ടി കൂടിയാണ് സെബി ഡെവലപ്പ് ചെയ്തത്. അപ്പം ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ കൂട്ടുകാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. പലതവണ കാണുവാനും കേൾക്കുവാനും ഇത് ശ്രമിക്കണം. അങ്ങനെ പഠിക്കാനിടയാകട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.